എല്ലാവർക്കും നമസ്കാരം. കോട്ടയം തിരുനക്കര തൃക്കൈക്കാട്ട് സ്വാമിയാർമഠം ശ്രീരാമ ഹനുമത് ദേവസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ശ്രീശങ്കര ആർഷ വിദ്യാപീഠം എല്ലാ വർഷവും നടത്തി വരാറുള്ള രാമായണ മാസ ആചരണ പ്രഭാഷണ പരമ്പരകളിൽ ഈ വർഷം ഇപ്പോ 25ാമത്തെ ദിവസമാണ് കുട്ടികള് പ്രഭാഷണം അവതരിപ്പിക്കുന്നത്. ഇന്ന് പ്രഭാഷണം അവതരിപ്പിക്കുന്ന കുട്ടികൾ അനന്യ, അനൂപ്, അമൃത ആർ നായർ, 2 കുട്ടികളാണ്. ഋതുകേശ്, മൈഥിലി എന്ന 2 കുഞ്ഞുങ്ങള് രാമസന്ധ്യാനാമവും ചൊല്ലുന്നു. എല്ലാവരും നമ്മുടെ ക്ലാസ്സുകളിൽ വളരെ റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്യുന്ന കുട്ടികളാണ്. വൈകുന്നേരത്തെ ഓൺലൈൻ ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്യുന്നവരാണ്. ഇവരുടെയൊക്കെ പാരൻസ് വളരെയധികം ശ്രദ്ധയോടുകൂടി കുട്ടികളെ ഈ വഴിയിൽ കൂടെ നയിച്ചുകൊണ്ടിരിക്കുന്നു. വളരെയധികം സന്തോഷം എല്ലാവരോടും. അനന്യ, അനൂപിനെ പ്രഭാഷണം അവതരിപ്പിക്കുന്നതിനായിട്ട് സന്തോഷപൂർവ്വം ക്ഷണിക്കുന്നു. രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാ വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം മനസാ സ്മരാമി. ഈ അവസരത്തിൽ ഹനുമാൻ സ്വാമിയുടെ വാക്കുകൾ ശ്രദ്ധേയമാണ്. രാവണനിൽ ദുരാത്മാവിന്റെ അവസ്ഥയും അങ്ങയിൽ വിക്രമത്തെയും കണ്ടിട്ടാണ് ഇദ്ദേഹം വന്നിരിക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ ഗുണദോഷ വിചാരണത്തോടുകൂടി ബുദ്ധിക്കൊത്തതുമാണ്. ഇദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ ഞാൻ ദുഷ്ടലക്ഷ്യം കാണുന്നില്ല. മുഖം പ്രസന്നമായിരിക്കുന്നു. ഇതിൽ എനിക്ക് ആശങ്കയൊട്ടും ഉണ്ടാകുന്നുമില്ല. അങ്ങയുടെ സമാരംഭം രാവണന്റെ അധർമ്മ പ്രവർത്തികൾ, ബാലിയെ രാമൻ വധിച്ചത്, സുഗ്രീവനെ രാജാവായി അഭിഷേകം ചെയ്തത് എല്ലാം ആലോചിച്ച് ബുദ്ധിപൂർവം ഇദ്ദേഹം ഇങ്ങോട്ട് പോന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഇദ്ദേഹത്തെ നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. വായുസുതന്റെ വാക്കുകൾ കേട്ട് പ്രസന്നാത്മാവും ദുർദശനും ശ്രുതവാനുമായ രാമൻ തന്റെ അഭിപ്രായം വെളിപ്പെടുത്തി. മിത്രഭാവത്തോടെ വരുന്ന ഒരാളെ ഞാൻ ഒരിക്കലും ത്യജിക്കുകയില്ല. അയാൾക്ക് ദോഷമുണ്ടെന്നിരുന്നാൽ പോലും സത്തുക്കൾ അഗർഹിതമായി കാണുന്ന രീതി അതാണ്. അപ്പോൾ സുഗ്രീവൻ അദ്ദേഹത്തിന്റെ വാക്കുകളെ പറ്റി ചിന്തിച്ച് ശുഭകരമായ വാക്കുകൾ പറഞ്ഞു. ദുഷ്ടനോ നല്ലവനോ ആകട്ടെ, എന്തിനാണ് ഈ രജനീകരൻ ഇത്രയൊക്കെ ആപത്തിൽപ്പെട്ട ഭ്രാതാവിനെ പരിത്യജിക്കുന്നത്? സുഗ്രീവന്റെ വാക്കുകൾ കേട്ട് ശ്രീരാമചന്ദ്ര സ്വാമി ഇപ്രകാരം പറഞ്ഞു. ശ്രുതി സ്മൃതികൾ പഠിക്കാതെയും ജ്ഞാനവൃദ്ധരെ സേവിക്കാതെയും ഇപ്രകാരമുള്ള നല്ല വാക്കുകൾ പറയാൻ ആർക്കും കഴിയുകയില്ല. വീണ്ടും സുഗ്രീവൻ ആ വിഭീഷണൻ രാവണന്റെ ചാരനാണെന്നും അവനെ വധിക്കുന്നതാണ് നല്ലതെന്നും ശ്രീരാമചന്ദ്ര സ്വാമിയോട് പറഞ്ഞു. അപ്പോൾ ശ്രീരാമചന്ദ്ര സ്വാമി പറഞ്ഞു, അവൻ ദുഷ്ടനാകട്ടെ നല്ലവനാകട്ടെ, ആ രജനീചരന് എന്നെ അല്പം പോലും ദ്രോഹിക്കാനുള്ള ശക്തിയില്ല. കപിരാജാവേ, പിശാചരർ, ദാനവർ, യക്ഷന്മാർ എന്നു വേണ്ട ലോകത്തിൽ ആരെയും ഞാൻ മനസ്സു വച്ചാൽ വിരൽ തുമ്പുകൊണ്ട് വധിക്കാവുന്നതേയുള്ളൂ. ശരണാഗതനായ ശത്രുവിനെ പോലും കൈകൂപ്പി ദീനനായി അർദ്ധിക്കുന്ന വേളയിൽ കൊല്ലാൻ പാടില്ല. കാരുണ്യധർമ്മം കൈക്കൊള്ളണം. ഈ സന്ദർഭത്തിലാണ് പ്രസിദ്ധമായ സഹൃദൈവ പ്രപന്നായ തവാസ്മി തീജയാജത്തെ അഭയം സർവഭൂതേഭ്യോ ദദാമേ തദ്വ്രതം മമ എന്ന ശ്ലോകം. ഈ ശ്ലോകത്തിന്റെ അർത്ഥം ഇതാണ്: എല്ലായ്പ്പോഴും ഞാൻ അങ്ങയെ ശരണം പ്രാപിക്കുന്നു എന്ന് യാചിക്കുന്നവന് ഞാൻ അഭയമരുളും. ഏത്
ഭയഹേതുവിൽ നിന്നും അഭയമരുളും. അതാണ് എന്റെ നിഷ്ഠ. ഈ രാമവചനമാണ് ഏറ്റവും പ്രസിദ്ധമായ വചനം. അല്ലയോ വാനരശ്രേഷ്ഠ, ഞാൻ ഇവന് അഭയമരുളിയിരിക്കുന്നു. വിഭീഷണൻ ആകട്ടെ രാവണൻ തന്നെയാകട്ടെ, അദ്ദേഹത്തെ ഇങ്ങോട്ട് ആനയിക്കുക. രാഘവൻ അഭയം നൽകിയപ്പോൾ രാവണ അനുജനായ ആ വിഭീഷണൻ 4 രാക്ഷസന്മാരോടുകൂടി ശ്രീരാമചന്ദ്രസ്വാമിയുടെ പാദങ്ങളിൽ വീണ് ധർമ്മയുക്തവും യുക്തിയുക്തവും ഹർഷമുളവാക്കുന്നതുമായ വാക്കുകൾ പറഞ്ഞു. ഞാൻ രാവണന്റെ അനുജനാണ്. അദ്ദേഹം എന്നെ അപമാനിച്ചു വിട്ടു. സർവഭൂതങ്ങൾക്കും ശരണ്യനായ ഭവാനെ ശരണം പ്രാപിക്കാനായി എത്തിയിരിക്കുകയാണ്. ലങ്കയെയും മിത്രങ്ങളെയും ഐശ്വര്യത്തെയും എല്ലാം പരിത്യജിച്ചുകൊണ്ട് എനിക്ക് രാജ്യവും ജീവിതവും സുഖങ്ങളുമെല്ലാം അങ്ങയിലാണ് അടങ്ങിയിരിക്കുന്നത്. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. കുട്ടി നന്നായിട്ട് അവതരിപ്പിച്ചു കേട്ടോ. ഇനി നമുക്ക് അമൃതയുടെ പ്രഭാഷണം കേൾക്കാം. ഏറ്റവും സന്തോഷത്തോടു കൂടി അമൃതയെ ഇതിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ പറയാനായിട്ട് ക്ഷണിക്കുന്നു. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം മനസാ സ്മരാമി. വിഭീഷണൻ ഇപ്രകാരം ശരണാഗതി പറഞ്ഞപ്പോൾ ശ്രീരാമചന്ദ്രസ്വാമി വിഭീഷണന് അഭയം കൊടുത്തതിനു ശേഷം രാക്ഷസന്മാരുടെ ബലാബലങ്ങളെ പറ്റി എന്തൊക്കെയാണോ അറിവുള്ളത് അതെല്ലാം എന്നോട് പറയുക എന്ന് പറഞ്ഞു. അത് കേട്ട വിഭീഷണൻ രാവണന്റെ പരാക്രമങ്ങളെ കുറിച്ചും രാവണന്റെ അനുജനായ വിഭീഷണന്റെ ജ്യേഷ്ഠനായ കുംഭകർണനെ കുറിച്ചും സേനാപതിയായ പ്രഹസ്തനെ കുറിച്ചും ഇന്ദ്രജിത്ത് എന്ന ആ മഹാമായാവിയെ കുറിച്ചും കൂടുതലായി ശ്രീരാമചന്ദ്രസ്വാമിയെ പറഞ്ഞു കേൾപ്പിച്ചു. അഗ്നി ഭഗവാനെ തപസ്സുകൊണ്ട് തർപ്പണം ചെയ്താണ് യുദ്ധത്തിൽ പടനടുവിൽ വർത്തിക്കുന്ന ഇന്ദ്രജിത്ത് അദൃശ്യനായി തന്റെ മായയാൽ ശത്രുവധം ചെയ്യുന്നത്. മഹോദര മഹാപാർശ്യന്മാർ അകമ്പനൻ എന്നീ രാക്ഷസന്മാരെ കുറിച്ചും ശ്രീരാമചന്ദ്രസ്വാമിയോട് വിഭീഷണൻ പറഞ്ഞു. 10,000 കോടി രാക്ഷസന്മാരാണ് രാവണന്റെ സൈന്യത്തിൽ എന്നും പറഞ്ഞു. ഇത്രയും കേട്ട് ശ്രീരാമചന്ദ്രസ്വാമി ദശഗ്രീവനോടും പ്രഹസ്തനോടും ആത്മജന്മാരോടും കൂടി കൊന്നുമുടിച്ചതിനു ശേഷം താങ്കളെ ഞാൻ രാജാവാക്കി വാഴിക്കാം. ഇത് സത്യമായി മനസ്സിലാക്കുക എന്ന് പറഞ്ഞു. രാവണൻ രസാതലത്തിലോ പാതാളത്തിലോ പിതാമഹലോകത്തിലോ പോയാലും അവനെ ജീവൻ രക്ഷിക്കുവാൻ ആവുകയില്ല. രാവണനെയും പുത്രന്മാരെയും ബന്ധുക്കളെയും കൊന്നൊടുക്കിയതിനു ശേഷമേ ഞാൻ ഇനി അയോധ്യയിലേക്ക് പ്രവേശിക്കുകയുള്ളൂ. എന്റെ 3 സഹോദരന്മാരാണ് സത്യം. ഈ ശ്രീരാമ വാക്കുകൾ കേട്ട വിഭീഷണൻ വീണ്ടും പറഞ്ഞു. രാക്ഷസന്മാരെ വധിക്കുന്നതിലും ലങ്കയിൽ പ്രവേശിക്കുന്നതിലും ഞാൻ എനിക്ക് ശക്തി ഉള്ളതുപോലെ സഹായം ചെയ്യുന്നതാണ്. സൈന്യത്തിലും ഞാൻ ചേർന്നുകൊള്ളാം. ഇപ്രകാരം പറഞ്ഞ വിഭീഷണനെ ഭഗവാൻ ശ്രീരാമചന്ദ്രസ്വാമി ആലിംഗനം ചെയ്തു. ഈ സമയം ഹനുമാനും സുഗ്രീവനും വിഭീഷണനോട് ചോദിച്ചു, ഈ അക്ഷോഭ്യമായ മഹാസാഗരത്തെ തരണം ചെയ്യുന്നതെങ്ങനെ? മഹാസാഗരത്തെ തരണം ചെയ്യുവാനായി രാജാവായ രാഘവൻ സമുദ്രത്തെ ശരണം പ്രാപിക്കണം. സാഗര രാജാവാണ് അനന്തമായ ഈ മഹാർണവത്തെ കുഴിച്ചുണ്ടാക്കിയത്. ജ്ഞാതിയായ രാമന്റെ കാര്യത്തിൽ മഹോദതി വേണ്ടത് ചെയ്യും. സമുദ്രത്തെ ഉപാസന ചെയ്യുവാൻ
ശ്രീരാമചന്ദ്രസ്വാമി സമുദ്രതീരത്തിൽ ദർഭ വിരിച്ചുണ്ടാക്കിയ വേദിയിൽ ഇരുന്നു. യജ്ഞവേദിയിൽ അഗ്നിയെ പോലെ. പിന്നെ സാഗര തീരത്തിൽ ദർഭകൾ വിരിച്ച് കൈകൂപ്പി പ്രണമിച്ച് കിഴക്കോട്ട് തലവെച്ച് രാഘവൻ കിടന്നു, ദർഭ വിരിച്ച നിലത്ത്. നയമനിഷ്ഠയിൽ നിന്ന് വ്യതിചലിക്കാതെ 3 രാത്രികൾ ശ്രീരാമചന്ദ്രസ്വാമി അവിടെ കിടന്നു. അങ്ങനെ സാഗരത്തെ ഉപാസന ചെയ്തു. ഇപ്രകാരം വിധിയാമണ്ണം രാമൻ ഉപാസന ചെയ്തിട്ടും സാഗരദേവൻ തന്റെ രൂപം രാമന് പ്രത്യക്ഷമാക്കിയില്ല. സാഗരദേവൻ പ്രത്യക്ഷമാകാത്തതുകൊണ്ട് കോപം കൊണ്ട് ജ്വലിച്ച ശ്രീരാമചന്ദ്രസ്വാമി തന്റെ ദിവ്യാസ്ത്രം എടുത്തുകൊണ്ട് സാഗരത്തിന് നേരെ പ്രയോഗിക്കുവാൻ ആരംഭിച്ചു. അപ്പോൾ ഭയന്നു വിറച്ചുകൊണ്ട് സമുദ്രമധ്യത്തിൽ നിന്ന് സാഗരദേവൻ പൊങ്ങി വന്നു. സുമേരു പർവ്വതത്തിൽ നിന്ന് ഉദിച്ചുയരുന്ന സൂര്യനെ പോലെ. കടൽ കടന്ന് അക്കരെ എത്താൻ വേണ്ടത് ഞാൻ ചെയ്തു തരാം. തരണം ചെയ്യുമ്പോൾ സേനയെ ഗ്രാഹാദികൾ ഉപദ്രവിക്കുകയില്ല. വാനരന്മാർക്ക് കടൽ കടന്ന് അക്കരെ എത്താൻ വേണ്ട മാർഗത്തിൽ സ്ഥലം തരാമെന്നും സാഗരദേവൻ പറഞ്ഞു. അപ്പോൾ ശ്രീരാമചന്ദ്രസ്വാമി തൊടുത്ത ബ്രഹ്മാസ്ത്രത്തെ ഏത് ലക്ഷ്യത്തിലേക്കാണ് ഞാൻ അയക്കേണ്ടത്? ലക്ഷ്യം പറഞ്ഞു തരൂ എന്ന് പറഞ്ഞു. വടക്ക് പുണ്യപ്പെട്ട ഒരു ഇടമുണ്ട്, ധ്രുവകുല്യം എന്നാണ് പേര്. അവിടെ അങ്ങോട്ട് ഉഗ്രദർശനും ഉഗ്രകർമാക്കളുമായ ആഭിരാദികളായ ദസ്യുക്കളുണ്ട്. അവർ എന്റെ ജലം കുടിച്ചു തീർക്കുന്നു. ആ പാപകർമാക്കളുടെ സ്പർശനത്താൽ ഉള്ള പാപം എനിക്ക് സഹിക്കാനാവുന്നതല്ല. അങ്ങയുടെ അമോഘമായ ഉത്തരശരം അവരിലേക്ക് എയ്തുവിടുക എന്ന് അഭ്യർത്ഥിച്ചു. അങ്ങനെയാകട്ടെ എന്ന് പറഞ്ഞ് ശ്രീരാമചന്ദ്രസ്വാമി ലക്ഷ്യം അങ്ങോട്ടാക്കി ആ അമ്പിനെ എയ്തുവിട്ടു. സാഗരദേവൻ നളൻ എന്ന വാനരനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഈ നളൻ പിതാവിൽ നിന്ന് വരം നേടിയിട്ടുള്ളവനാണ്, വിശ്വകർമാവിന്റെ പുത്രനാണ്, ശ്രീമാനാണ്. ഈ വാനരൻ നല്ല ഉത്സാഹത്തോടെ ഇവിടെ സേതു നിർമ്മിക്കട്ടെ, ഞാൻ അത് വഹിച്ചുകൊള്ളാം. അച്ഛനെ പോലെ തന്നെയാണ് ഇവനും. ഇങ്ങനെ പറഞ്ഞ് സാഗരദേവൻ അന്തർദാനം ചെയ്യുകയും ചെയ്തു. അപ്പോൾ വാനരശ്രേഷ്ഠനായ നളൻ എഴുന്നേറ്റ് മഹാബലവാനായ രാമനോട് പറഞ്ഞു, ഈ വിസ്തീർണമായ സമുദ്രത്തിൽ ഞാൻ സേതു നിർമ്മിക്കാം. പിതാവിന്റെ നൈപുണ്യം സ്വായത്തമാക്കിയിട്ടുണ്ട്. മഹോദതി പറഞ്ഞത് സത്യമത്രേ. അപ്പോൾ ശ്രീരാമൻ നിയോഗിച്ചതനുസരിച്ച് 100,000 വാനര പുങ്കുവന്മാർ കാട്ടിലേക്ക് ഉത്സാഹഭരിതരായി ഓടിച്ചെന്നു. പർവ്വത തുല്യരായ വാനര ശ്രേഷ്ഠന്മാർ വൻമരങ്ങൾ പിഴുതു വീഴ്ത്തി സാഗരത്തിലേക്ക് വലിച്ചു കൊണ്ടുപോയി തള്ളിയിട്ടു. പർവ്വതം പോലെയുള്ള വലിയ പാറകൾ, ഗിരിശിഖരങ്ങൾ എന്നിവയും ചുമന്നുകൊണ്ട് ആടുകളെ പോലെ അവർ ഓടിക്കൊണ്ടുവന്ന് സാഗരത്തിലേക്ക് ഇട്ടു. വാനരന്മാർ അതിവേഗത്തിൽ 5-ാം ദിവസം സുവീരത്തെ മുന്നിൽ കണ്ട് 23 യോജന പണി തീർത്തു. ഇപ്രകാരം ബലവാനായ വിശ്വകർമാത്മജൻ വിശ്വകർമാവിനെ പോലെ തന്നെ സാഗരത്തിൽ സേതു കെട്ടിത്തീർത്തു. 10 യോജന വിസ്തീർണവും 100 യോജന നീളവുമുള്ളതുമായത് കെട്ടിപ്പടുക്കാൻ തീർത്തും ദുഷ്കരവുമായ ആ നളസേതു പടുത്തു കെട്ടിയത് കണ്ട് ദേവന്മാരും ഗന്ധർവന്മാരും അത്ഭുതം കണ്ടുകൊണ്ടു നിന്നു. ആ സേതു സാഗരത്തിന്റെ ശ്രീമന്തരേഖ പോലെ ശോഭിച്ചു. സൈന്യത്തിന്റെ മുൻപിൽ വില്ലാളിയും ധർമാത്മാവുമായ രാമൻ ഹനുമാന്റെ തോളിലും ലക്ഷ്മണൻ അംഗദന്റെ തോളിലുമായി സുഗ്രീവ സമേതനായി സൈന്യത്തിന്റെ മുൻപിലെ വാനരന്മാരോടൊപ്പം അവർ ലങ്കയെ ഉദ്ദേശിച്ച് സേതു വഴിയായി കടലിനക്കരെ എത്തി. ആകാശത്തിൽ നിന്ന് ദേവന്മാരും സിദ്ധചാരണാദികളും രാമനെ ശുഭജലം കൊണ്ട് അഭിഷേകം നിർവഹിച്ചു.
ഓം പൂർണ്ണമദ പൂർണ്ണമിദ പൂർണ്ണാ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവായ ശിഷ്യതേ. ഇങ്ങനൊരു അവസരം ഒരുക്കി തന്നതിൽ ഞാൻ വളരെ സന്തോഷമാകുന്നു. പരമേശ്വരൻ സാറിനോട് വളരെയധികം നന്ദിയുണ്ട്. സൈറാം സാർ നന്നായിട്ട് പറഞ്ഞു കേട്ടോ മോളിക്കുട്ടി, അമൃതക്കുട്ടി. ടെൻഷനൊന്നും വേണ്ട, നന്നായിട്ട് പറഞ്ഞു കേട്ടോ. നന്നായിരുന്നു. മോള് ബുദ്ധിമുട്ടിയതിനുള്ളത് ശരിയായിട്ട് വന്നു കേട്ടോ, കുഴപ്പമൊന്നുമില്ലായിരുന്നേ. വെരി ഗുഡ്, നന്നായി. ഇനി നമുക്ക് നമ്മുടെ ഋതുകേഷിന്റെ രാമസന്ധ്യാനാമം കേൾക്കാം. ഋതുകേഷിനെ ഏറ്റവും സന്തോഷത്തോടുകൂടി രാമസന്ധ്യാനാമം കേൾപ്പിക്കാനായിട്ട് ക്ഷണിക്കുന്നു. രാമ 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 പാഹി മാം രാഘവ മനോഹര മുകുന്ദ രാമ പാഹി മാം രാവണാന്തക മുകുന്ദ രാമ രാമ പാഹി മാം ഭക്തിമുക്തിദായക പുരന്ദരാജസേവിത ഭാഗ്യവാരി തേജയ മുകുന്ദ രാമ പാഹി മാം ദീനതകൾ നീക്കി നീ അനുഗ്രഹിക്ക സാദരം മാനവാശികാമണേ മുകുന്ദ രാമ പാഹി മാം പിഞ്ചരിതമോതുവാൻ നിലവിലോർമ്മ തോന്നണം പഞ്ചസായ കോപമാ മുകുന്ദ രാമ പാഹി മാം ശങ്കര സദാശിവ നമ ശിവായ മംഗല ചന്ദ്രശേഖര ഭഗവത് ഭക്തി കൊണ്ടു ഞാനിതാ രാമമന്ത്രമോടിതാമയങ്ങൾ നീങ്ങുവാൻ രാമ രാഘവ മുകുന്ദ രാമ രാമ പാഹി മാം ശിഷ്യയോട് മത്സ്യമായി അവതരിച്ച മാധവ മത്സ്യസാംഗീതം ഭവിച്ച രാമ രാമ പാഹി മാം വർമ്മമോട് മന്ദരാമയർത്തുവാനുടൻ കൂർമ്മമായി അവതരിച്ച രാമ രാമ പാഹി മാം പാരിലമ്പളർന്നു ചെന്നു കേറ്റമേലി ഭൂമിയെ പന്നിയായി വീണ്ടുകൊണ്ട രാമ രാമ പാഹി മാം നാരസിംഹരൂപമായി അവതരിച്ചു നീ പുര നീതിയായി ഹിരണ്യനെ അണിച്ച രാമ പാഹി മാം ജഗത്രയങ്ങൾ മൂന്നതിയായ അങ്ങളെന്ന് വാങ്ങുവാൻ ജാതനായ വാമന മുകുന്ദ രാമ പാഹി മാം നീയോട് ഭൂമി തന്നെ ബ്രാഹ്മണർക്ക് നൽകുവാൻ ഭാർഗവനായി വന്നുദിച്ച രാമ രാമ പാഹി മാം ഭൂമി ഭാരമാശുതീർത്ത് രക്ഷ ചെയ്വതിന്നോ ബ്രഹ്മദേവനാൽ വരിച്ച രാമ രാമ പാഹി മാം ആകയാൽ അയോധ്യ മന്നനാന്ത ശരദരുടെ ആത്മപുത്രനായി ജനിച്ച രാമ രാമ പാഹി മാം ദുഷ്ടനാ നിശാചര വധം കഴിച്ചു യാഗവും പുഷ്ടമായി മുടിച്ചു നീ മുകുന്ദ രാമ പാഹി മാം ഗൗതമന്റെ ശാപമേറ്റ് കല്ലതായി കിടന്നൊരു കഞ്ചനമിരിക്കും മോക്ഷമീന്ദ രാമ പാഹി മാം വിദേഹരാജ്യമുൾപ്പുകിന്ദു വിശ്വനായകനുടെ വെൽമുറിച്ചു സീതയെ വരിച്ച രാമ പാഹി മാം അച്ഛനോടും അമ്മയോടും ആശീർവാദവും വഹിച്ച് തുച്ഛമായ വൽക്കലം ധരിച്ച രാമ പാഹി മാം വർഷതം ശ്രവിച്ചു വൈദ്യ കർമ്മതർപ്പണങ്ങൾ ഭക്തിയായി കഴിച്ചവിടെ രാമ രാമ പാഹി മാം പാതുകമ്പരകനങ്ങ് പൂജ ചെയ്തു കൊള്ളുവാൻ പ്രീതിയായി കൊടുത്തയച്ച രാമ രാമ പാഹി മാം ഭക്തനാഞ്ചടായി പിന്നെ മോക്ഷവും കൊടുത്തു പിന്നെ ശക്തനാൻ കവന്തനെ വധിച്ച രാമ പാഹി മാം ശബരിയാശ്രമേകമിച്ചു സർവകാര്യവും ഗ്രഹിച്ചു ശബരിയും ഗതിയടഞ്ഞു രാമ രാമ പാഹി മാം സീതയോട് ചെൽപ്പതിഞ്ഞു ശില്പമായ വാക്യവും ചന്തമോട് ചൊല്ലിവിട്ട രാമ രാമ പാഹി മാം ഇന്ദ്രജിത്തിനെ വധിച്ച സുന്ദര കുമാരനായ ലക്ഷ്മണാഗ്രജാവിഭു രാമ പാഹി മാം
ദുഷ്ടനാഥശാലനന്റെ കണ്ഠവും മുറിച്ചു മിന്നെ ശിക്ഷ രക്ഷ ചെയ്തുകൊണ്ട് രാമ രാമ പാഹിമാം. രാക്ഷസകുലം മുടിച്ചു രക്ഷയും സുന്ദരയ്ക്ക് തൽക്ഷണേ വരുത്തി വച്ച രാമ രാമ പാഹിമാം. മണ്ഡലേ ഇരുന്ന സീതയെ വഹിച്ചുകൊണ്ടു അന്നയോഗ്യ പൂക്കിരുന്ന രാമ രാമ പാഹിമാം. രത്നമകുടവും ധരിച്ചു ദേവിയോട് കൂടവേ രത്നമഞ്ചമന്നതിൽ വസിച്ച രാമ പാഹിമാം. രാജ്യവാസിയായവർക്ക് പൂജനായിരുന്നു ദത്ത രാജ്യപാലനം വഹിച്ചു രാമ രാമ പാഹിമാം. ഭക്തിയോട് സന്ധ്യനാമ കീർത്തനം കഥിച്ചു ഞാൻ മുക്തി വന്നിടാൻ മുകുന്ദ രാമ രാമ പാഹിമാം. രാമ 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 പാഹിമാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം. ഋതുക്കുട്ടൻ സൂപ്പറായി കേട്ടോ, നന്നായിട്ട് ചൊല്ലിയേ, മിടുക്കനായിട്ട് ചൊല്ലി. നല്ല കൈയൊക്കെ അനക്കാതെ പിടിച്ച് നല്ല നമസ്കാരത്തോടു കൂടി തന്നെ മിടുമിടുക്കാൻ. ഓക്കെ, ഗുഡ്. ഇനി നമുക്ക് മൈഥിലിയുടെ രാമസന്ധ്യാനാമം കൂടി ഇന്ന് കേൾക്കാം. മൈഥിലി ഏറ്റവും സന്തോഷത്തോടുകൂടി രാമസന്ധ്യാനാമം ചൊല്ലുവാനായി ക്ഷണിക്കുന്നു. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം മനസാ സ്മരാമി. രാമ 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 പാഹി മാം. രാഘവ മനോഹര മുകുന്ദ രാമ പാഹി മാം. രാവണാന്തക മുകുന്ദ രാമ രാമ പാഹി മാം. ഭക്തിമുക്തിദായക പുരന്ദരാതി സേവിത ഭാഗ്യവാരിദേ ജയ മുകുന്ദ രാമ പാഹി മാം. ദീനതകൾ നീക്കി നീ അനുഗ്രഹിക്ക സാദരം മാനവ ശിഖാമണേ മുകുന്ദ രാമ പാഹി മാം. നിഞ്ചരീതമൂതുവാൻ നിലവിലോർമ്മ തോന്നണം പഞ്ചസായ കോപമ മുകുന്ദ രാമ പാഹി മാം. ശങ്കര സദാശിവ നമ ശിവായ മംഗള ചന്ദ്രശേഖര ഭഗവത് ഭക്തി കൊണ്ടു ഞാനിതാ രാമമന്ത്രമോദിടുന്നിതാമയങ്ങൾ നീങ്ങുവാൻ. രാമരാഘവ മുകുന്ദ രാമ രാമ പാഹി മാം. ശിക്ഷയോടു മത്സ്യമായ അവതരിച്ച മാധവ വത്സ്യസാങ്കിതം ഭവിച്ച രാമ രാമ പാഹി മാം. ധർമ്മമോട് മന്ദരമുയർത്തുവാനയങ്ങുടൻ കൂർമ്മമായ അവതരിച്ച രാമ രാമ പാഹി മാം. പാരിടം പിളർന്നു ചെന്നു തേച്ച മേലെ ഭൂമിയെ പന്നിയായി വീണ്ടുകൊണ്ട രാമ രാമ പാഹി മാം. നാരസിംഹരൂപമായ അവതരിച്ചു നീ പുര നീതിയായി ഹിരണ്യനെ ഹനിച്ച രാമ പാഹി മാം. ജഗത്രയങ്ങൾ മൂന്നടിയങ്ങളെന്നു വാങ്ങുവാൻ ജാതനായ വാമന മുകുന്ദ രാമ പാഹി മാം. ഭൂമി ഭാരമാശു തീർത്തു രക്ഷ ചെയ്വതിന്നഹോ ബ്രഹ്മദേവനാൽ വരിച്ച രാമ രാമ പാഹി മാം. ആകയാൽ അയോധ്യമന്നനാം ദശരഥനുടെ ആത്മപുത്രനായി ജനിച്ച രാമ രാമ പാഹി മാം. ദുഷ്ടനാം നിശാചര വധം കഴിച്ചു യാഗവും പുഷ്ണമായി മുടിച്ചു നീ മുകുന്ദ രാമ പാഹി. കഞ്ചനീർമിഴിക്കു മോക്ഷമീണ്ട രാമ പാഹി മാം. വിദേഹരാജ്യം ഉൾപ്പകിന്ദു വിശ്വനായകനുടെ വിൽമുറിച്ചു സീതയെ വരിച്ച രാമ പാഹി മാം. അച്ഛനോടും അമ്മയോടും ആശീർവാദവും വഹിച്ചു തുച്ഛമായ വൽക്കലം ധരിച്ച രാമ പാഹി മാം. ഭരതഭാഷിതം ശ്രവിച്ചു പൈതൃകർമ്മ തർപ്പണങ്ങൾ ഭക്തിയായി കഴിച്ച വീട് രാമ രാമ പാഹി മാം. പാതുകം ഭരതനങ്ങ് പൂജ ചെയ്തു കൊള്ളുവാൻ പ്രീതിയായി കൊടുത്തയച്ച രാമ രാമ പാഹി മാം. ഭക്തനാം ജടായുവിന്നു മോക്ഷവും കൊടുത്തു പിന്നെ ശക്തി
ഭക്തനാം കബന്ധനെ വധിച്ച രാമ പാഹിമാം. ശബരിയാശ്രമേകമിച്ചു സർവകാര്യവും ഗ്രഹിച്ചു ശബരിയൻ ഗതിയണഞ്ഞു രാമ രാമ പാഹിമാം. സീതയോടു ചൊൽവതിന്നു ശില്പമായ വാക്യവും ചണ്ടമോടു ചൊല്ലിവിട്ട രാമ പാഹിമാം. ഇന്ദ്രജിത്തിനോടെതിർത്തു ബ്രഹ്മപാശമേറ്റതും ഇംഗിതത്തോടങ്ങറിഞ്ഞ രാമ പാഹിമാം. ലങ്ക ചുട്ടു ഭസ്മമാക്കി വന്ന മാരുതിക്കുടൻ സങ്കടങ്ങളാശു തീർത്ത രാമ പാഹിമാം. വഞ്ചിറ തൊടുത്തു പിന്നെ വാചമോദമോടുടൻ വാരിധി കടന്നു ചെന്ന രാമ പാഹിമാം. കമ്പമാർന്ന രാവണന്റെ തമ്പിയായി വിലസിടുന്ന കുംഭകർണനെ വഹനിച്ച രാമ പാഹിമാം. അഞ്ജജിത്തിനെ വധിച്ച സുന്ദരകുമാരനായ ലക്ഷ്മണാഗ്രജ വിഭോ മുകുന്ദ രാമ പാഹിമാം. ദുഷ്ടനാം ദശാനനന്റെ കണ്ഠവും മുറിച്ചു പിന്നെ ശിക്ഷ രക്ഷ ചെയ്തുകൊണ്ട രാമ പാഹിമാം. രാക്ഷസ കുലം മുടിച്ചു രക്ഷയും വസുന്ധരയ്ക്കു തൽക്ഷണേ വരുത്തി വച്ച രാമ പാഹിമാം. വന്യമണ്ഡലേയിരുന്നു സീതയെ വഹിച്ചുകൊണ്ട് വന്നയോധ്യ പുക്കിരുന്ന രാമ പാഹിമാം. രത്നമകുടവും ധരിച്ചു ദേവിയോടു കൂടവേ രത്നമഞ്ചമങ്ങതിൽ വസിച്ച രാമ പാഹിമാം. രാജ്യവാസിയായവർക്കു പൂജനായിരുന്നു തത്ര രാജ്യപാലനം വഹിച്ച രാമ പാഹിമാം. ഭക്തിയോടു സന്ധ്യനാമ കീർത്തനം ഗതിച്ചു ഞാൻ മുക്തി വന്നിടാൻ മുകുന്ദ രാമ പാഹിമാം. രാമ പാഹിമാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം. എനിക്കിങ്ങനെ ഒരു അവസരം തന്ന സ്വാമിയാർ മഠത്തിലെ എല്ലാ ഗുരുക്കന്മാർക്കും പരമേശ്വരൻ സാറിനും നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. മൈഥിലിക്കുട്ടി, ശരിക്കും പറഞ്ഞപ്പോ നമുക്ക് തോന്നിയത് അവിടെ ശ്രീരാമചന്ദ്ര സ്വാമിയും സീതയോടുകൂടി ലക്ഷ്മണനും ഒക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നു. ലങ്കയിൽ നിന്ന് തിരിച്ചു വരുമ്പോ വാനരന്മാരെല്ലാവരും കൂടെ ഇങ്ങനെ ഗതയൊക്കെ തോളി വെച്ചോണ്ട് ചാടി തുള്ളി രാമനാമം പാടിക്കൊണ്ട് ഇങ്ങനെ വരുന്ന ഒരു ഫീലായിരുന്നു. നമ്മുടെ ഇതിലൊക്കെ പറയുന്ന പോലെ ഒരു ഫീൽ, ഒരു ആഹ്ലാദ പ്രകടനത്തോടു കൂടിയുള്ള ഒരു വരവ് പോലെ ഉണ്ടായിരുന്നു. വളരെ നന്നായിരുന്നു മോളെ. അപ്പൊ ഇത് ദിവസവും ചൊല്ലുക. അപ്പോ ആ രാമസാന്നിധ്യം, ചൈതന്യ സാന്നിധ്യം വീട്ടിലെപ്പോഴും ഉണ്ടാവും. ആ ഒരു ഫീൽ ഉണ്ട് അതിനകത്ത്. തീർച്ചയായിട്ടും അതുണ്ടായിരിക്കട്ടെ. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. മച്ചേട്ടാ, മച്ചേട്ടാ, മച്ചേട്ടനില്ല. അടുത്ത ആളാരെങ്കിലും പറയും മച്ചേട്ടൻ രംഗത്തില്ലെന്ന്. അനന്യയും അമൃതയും കഥാഭാഗം വ്യക്തമായും വളരെ നന്നായും വിവരിച്ചു. അതുപോലെ സന്ധ്യാനാമം ഹൃദയേശിന്റെയും മൈഥിലിയുടെയും നന്നായിരുന്നു. വളരെ ഭക്തിയോടുകൂടി ചൊല്ലി. ആധുനിക ലോകത്തിൽ വളരെ ദുർലഭമായ രാമനാമങ്ങൾ കേൾക്കുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നു. ഈ 4 കുട്ടികളും വളരെ സന്തോഷിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് ആൾക്കാരെയൊക്കെ. അതുകൊണ്ട് നിങ്ങൾക്ക് ഗുരുവിന്റെ അനുഗ്രഹവും നമ്മുടെയൊക്കെ അനുഗ്രഹവും അതേപോലെ ഈശ്വര കൃപയും ഉണ്ടാകും. നിങ്ങളെല്ലാം ഇത് തുടരുകയാണെങ്കിൽ മഹൽ വ്യക്തികളാക്കി തീരുമെന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല. വളരെ നന്നായിരുന്നു. എല്ലാവരുടെയും പ്രഭാഷണവും സന്ധ്യാനാമവും എല്ലാം വളരെ നന്നായി പ്രസന്റ് ചെയ്തു. എല്ലാം ഭഗവാന്റെ അനുഗ്രഹം എന്നുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ നടക്കുന്നത്. എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എപ്പോഴും പ്രാർത്ഥിക്കുന്നു. മക്കളെ ഇനിയും എന്നും ഇത് തുടർന്നുകൊണ്ടിരിക്കണം എന്ന് എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ, ഗുരുക്കന്മാർ പറഞ്ഞ പോലെ തന്നെ അനുസരിക്കുക. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. വിനോദ മതിച്ചേട്ടൻ ഇല്ലെന്ന് തോന്നുന്നു അല്ലേ? ആ മതിച്ചേട്ടനെ ഫോണെന്തോ വന്നത്തെ പോലെ പ്രശ്നമായി കാണും സാറേ. എവിടെയോ പോയിട്ട് വന്ന, യാത്ര കഴിഞ്ഞ് വന്നായിരുന്നു ആലുവ. ഇന്ന് പ്രത്യേകിച്ച് പറയാനുള്ളത് അനന്യയുടെയും അമൃതയുടെയും അമ്മമാര് ഇതിന് വേണ്ടി ഈ കുട്ടികളെ ഒന്ന് ശരിയാക്കി എടുക്കാനായിട്ട് കാര്യമായിട്ട് അവര് ആ കുട്ടികളുടെ പുറകെ നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. അതെനിക്ക് നേരിട്ടറിയാവുന്ന ഒരു കാര്യമാണ്.
എന്നേക്കാൾ കൂടുതലായിട്ട് അവരിന് വേണ്ടിയിട്ട് അവർ രണ്ടുപേരും ഉത്സാഹിച്ചു. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ ഇത്രയും നന്നായിട്ട് ഇന്ന് ഇത് അവതരിപ്പിക്കാൻ സാധിച്ചത്. ഋതുകേശത്ത് പറഞ്ഞ മാതിരി അവൻ കൊച്ചു പയ്യനാണ്. അത്രയും ഭംഗിയായിട്ട് ഒറ്റ ദിവസം കൊണ്ട് എന്നെ പറഞ്ഞു കേൾപ്പിച്ചു. ഞാൻ ഇന്നതൊക്കെയാ പഠിക്കേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ഒറ്റ ദിവസം കൊണ്ടാണ് ഇത് പിറ്റേ ദിവസം അത് പറഞ്ഞു കേൾപ്പിച്ചത്. അത്രയും മിടുക്കനാണ്. മൈഥിലി പറഞ്ഞ പോലെ നേരത്തെ പ്രഭാഷണം അവതരിപ്പിച്ചു നന്നായിട്ട്. അപ്പോൾ മൈഥിലിയുടെ ഒരു ആഗ്രഹമായിരുന്നു രാമസന്ധ്യാനാമം കൂടെ ചെല്ലണമെന്ന്. അപ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് പിന്നെ പെട്ടെന്നാണ് മൈഥിലി കുട്ടിയും ഇതെല്ലാം പഠിച്ചത്. എന്തായാലും എല്ലാ പാരൻസും വളരെയധികം ഇതിനു വേണ്ടി സമയം കണ്ടെത്തുകയും കുട്ടികളെ എന്നാ പരീക്ഷയാണെങ്കിലും എന്ത് തിരക്കാണെങ്കിലും അവർക്ക് ഇതിൻ്റെ പ്രാധാന്യത്തെ പറഞ്ഞ് മനസ്സിലാക്കി അവരെ ഈ ഈശ്വരീയ വഴിയിലൂടെ നയിച്ചു കൊണ്ടുപോകുന്നതിന് നമുക്ക് വളരെ അധികം സന്തോഷമുണ്ട്. ഇത് തന്നെയാണ് മറ്റുള്ളവർക്കുള്ള മാതൃക. അതുകൊണ്ട് ഇത് പരമാവധി ആൾക്കാരിലേക്ക് ഇത് എത്തിക്കണം. എല്ലാവരും കൂട്ടുകാരിലേക്കും ബന്ധുക്കളിലേക്കും സ്നേഹിതന്മാരിലേക്കും ഓഫീസുകളിലേക്കൊക്കെ ഇങ്ങനെ അവനവൻ്റെ കുഞ്ഞുങ്ങൾ ഈ നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് മറ്റുള്ളവരിലേക്കും ഒരു പ്രചോദനം ഉണ്ടാകുന്ന രീതിയിൽ എല്ലാവരും എത്തിക്കണം എന്നൊരു അപേക്ഷ കൂടെ എനിക്കുണ്ട്. വളരെയധികം നല്ല രീതിയിൽ ഇന്നത്തെ പ്രോഗ്രാം നടത്തി തന്ന ഭഗവാനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എല്ലാ ദിവസവും ശ്രീരാമേന്ദ്ര സ്വാമിയുടെ പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓരോ കുഞ്ഞുങ്ങളുടെ വായിൽ നിന്നും രാമനാമം കേൾക്കുമ്പോൾ നേരത്തെ സാവിത്രിക്കുട്ടി പറഞ്ഞ പോലെ തന്നെ ആ ഒരു നമ്മളും ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു ഈശ്വര സാന്നിധ്യം നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. നമ്മൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ ഈ കുട്ടികളിൽ കൂടെ കേൾക്കുമ്പോൾ. കാരണം അവർ ഇന്നസെൻ്റ് ആണ്. അവരുടെ ഉള്ളിൽ വേറെ തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള മറ്റ് വിചാരങ്ങളും ചീത്ത വിചാരങ്ങളും ഇല്ലാത്തത് കൊണ്ട് ഭഗവാൻ അവിടെ കൂടുതൽ പ്രകാശിക്കും. നമ്മൾ 10 പ്രാവശ്യം വിളിക്കുന്ന സമയത്ത് കുഞ്ഞിന് ഒരു പ്രാവശ്യം കുഞ്ഞുങ്ങളത് നനച്ചാൽ മതി, വിളിക്കുക പോലും വേണ്ട, വിചാരിച്ചാൽ മതി. അതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഭാഗ്യം. നമ്മുടെ മഠത്തിന് കിട്ടിയിരിക്കുന്ന, സ്വാമിയാർ മഠത്തിന് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് ഇത്രയും കുഞ്ഞുങ്ങൾ അവിടെ വന്ന് നിഷ്കളങ്കരായ കുട്ടികൾ ഈശ്വരനെ സ്തുതിക്കുക. അപ്പോൾ അത് തന്നെയാണ് സ്വാമിയാർ മഠത്തിലെ ഒരു ആത്മീയ അന്തരീക്ഷത്തിൽ എപ്പോഴും ആ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നതിൻ്റെ രഹസ്യം. അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും ഇനിയും ധാരാളം കുട്ടികൾ അവിടെ വരുവാൻ വേണ്ടി നമ്മളെല്ലാവരും ഉത്സാഹിക്കണം. അതിൻ്റെ പ്രയോജനം നമുക്കും കൂടിയാണ്. നമുക്കും ആ ഒരു അന്തരീക്ഷത്തിലെ ആ അനുഭവം ആസ്വദിക്കാമല്ലോ. ഇനി നമുക്ക് നാളത്തെ പ്രോഗ്രാം നോക്കാം. മച്ചേട്ടാ വരൂ. സൈറാം എന്റെ ക്ലാസ് പോയായിരുന്നു പരമേശ് സാറേ, അതുകൊണ്ടാ ക്ഷമിക്കണം കേട്ടോ. ഞാൻ അവസാനം വരെ ഞാൻ കേട്ടു. അവസാനം വരെ നോക്കിയിരിക്കും മച്ചേട്ടൻ കിട്ടാൻ. എനിക്ക് വളരെയേറെ സന്തോഷം തോന്നി. ഋഷികേശിന്റെയും മൈഥിലിയുടെയും ആ സന്ധ്യാനാമം യാതൊരു സംശയവും വേണ്ട. ആ കുഞ്ഞുങ്ങള് ഇത് സന്ധ്യക്ക് ജപിക്കുകയാണെങ്കിൽ ആ കുടുംബത്തിൽ സർവൈശ്വര്യങ്ങൾ സന്ധിക്കുക എന്നുള്ളതിന് ഒരു സംശയവും വേണ്ട. ഇത് എനിക്ക് വീണ്ടും ഓർമ്മിപ്പിക്കാനുള്ളത്, ഇത് 25ാമത്തെ ദിവസമായി. ഇനി 5-6 ദിവസം കൂടെ ഉള്ളൂ കർക്കിടക മാസത്തില്. അതുകൊണ്ട് നിർത്തരുത്. എല്ലാ ദിവസവും 365 ദിവസവും ആ കുഞ്ഞുങ്ങള് സന്ധ്യാനാമം ജപിക്കാനായിട്ട് രക്ഷകർത്താക്കൾ പ്രേരിപ്പിക്കണം. അവര് നിങ്ങളോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ എന്താ പറയാ, ധന്യമാകാനുള്ള ആ ജീവിതം, നിങ്ങളുടെ കുടുംബവും ധന്യമാകാനുള്ള ഒരു ഉപാധിയായിട്ട് മാത്രമേ അതിനെ കണക്കാക്കാവുള്ളൂ. സന്ധ്യാനാമം ജപിക്കാനായിട്ട് ഒരിക്കലും മറക്കരുത്. ഇത് അനുഭവമുള്ളതുകൊണ്ട് കൂടി പറയുകയാണെന്ന് മച്ചേട്ടാ ഒന്നുകൂടെ ലെഫ്റ്റ് ചെയ്തിട്ട് കയറാവോ? ശബ്ദം പോയി. വിനോദേ, അവിടെ എന്തോ പ്രശ്നം. ഇപ്പൊ കേറുമായിരിക്കും, ഒന്നുകൂടെ കേറുമായിരിക്കും. ശരിയാവും. അതെ, ഫോൺ വരുമ്പം മതിച്ചേട്ടനെ എടുക്കും തോന്നുന്നു. അതാ ഫോൺ അന്നേരം ഇത് ലെഫ്റ്റ് ആവും. നോക്കാം. 2 മിനിറ്റിന്റെ കാര്യമല്ലോ. ഫോൺ കോൾ വന്നപ്പോഴേ എടുത്തതാ, അത് ലെഫ്റ്റ് ആയിപ്പോയി, അങ്ങനെ പറ്റിയതാ.
ആ കയറി കയറി. ആ ശരി. മ്യൂട്ടാണ് ചേട്ടാ, മ്യൂട്ട് മാറ്റൂ. പിന്നെ ഡിസ്കണക്ട് ആയി പോയി, അതുകൊണ്ടാ. നമുക്ക് സാരമില്ല. പറയാനുള്ള ഭാഗ്യമില്ലായിരിക്കും അല്ലേ? ആ ശ്രീരാമേന്ദ്ര സ്വാമികളുടെ ആ വ്രതം, എന്നെ അഭയം പ്രാപിക്കുന്നവരെ മുഴുവൻ സംരക്ഷിക്കാനായിട്ട് ഞാൻ ബാധ്യസ്ഥനാണ് എന്ന് സാധാരണക്കാരനല്ല പറയുന്നത്, സർവീശ്വരൻ വേദായുഗത്തിൽ അവതാരപ്പെടുന്ന ശ്രീരാമേന്ദ്ര സ്വാമികള് വാക്കൊരിക്കലും തെറ്റിക്കത്തില്ല. നമ്മളൊന്ന് നിന്ന് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. രാമായണത്തിലെ ഓരോ വരികളും മനുഷ്യകുലത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളുമാണ്. അത് വായിച്ച് പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ പ്രായോഗികമാക്കിയാല് സുഖമായിട്ടും സന്തോഷമായിട്ടും ശാശ്വത ശാന്തിയോടുകൂടി നമുക്ക് കഴിയാൻ സാധിക്കും എന്നുള്ളതിന് ഒരു സംശയവും വേണ്ട. പിന്നെ അതുപോലെ തന്നെ അമൃതയുടെ പ്രഭാഷണവും ഗംഭീരമായിരുന്നു. വിഭീഷണന്റെ ആ ശരണാഗതിയും പിന്നെ മഹാസാഗരത്തെ തരണം ചെയ്യുന്നത് എങ്ങനെ വേണമെന്നൊക്കെ ചോദിച്ചറിഞ്ഞതും സാഗരദേവനെ തപസ് ചെയ്ത് നിർദ്ദേശങ്ങളൊക്കെ വാങ്ങുന്നതൊക്കെ വളരെ ഗംഭീരമായിട്ട് തന്നെ അവതരിപ്പിച്ചു. രാമായണ കഥകള് എന്നും കുടുംബത്തിൽ സജീവമായിരിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അതിനുപരിയായിട്ട് നമ്മുടെ ഗുരുദാസൻ എത്ര ശ്രദ്ധാലുവാണെന്നറിയാവോ? കുട്ടികളുടെ ഓരോ അക്ഷരങ്ങളിൽ പോലും അദ്ദേഹം അത് ശരിയായിട്ട് വരുത്താനായിട്ട് ബദ്ധശ്രദ്ധാലുവാണ്. രക്ഷകർത്താക്കൾ പോലും അത്രയും താല്പര്യം എടുക്കുന്നില്ല എന്നുള്ളതാണ് പരമമായ സത്യം. അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് പോലെ തന്നെ ചെയ്യാനായിട്ട് രക്ഷകർത്താക്കളും കുഞ്ഞുങ്ങളെ ഉപദേശിക്കണമെന്നുകൂടി, എന്ന് വെച്ച് ഞാൻ രക്ഷകർത്താക്കളെ കുറ്റപ്പെടുത്തുമൊന്നുമല്ല, മഹാസുഹൃതികളാണ്. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ ഈശ്വരീയമായ മാർഗത്തിൽ കൂടെ കൊണ്ടുപോകാനായിട്ട് ഭഗവാൻ പ്രേരണ ചെലുത്തുന്നത് പോലും. നമ്മുടെ സ്വന്തം അഹങ്കാരം കൊണ്ടല്ല, ഭഗവാൻ പ്രേരണ ചെലുത്തിയാണ്. ഭഗവാനാണ് ഇതിന്റെ എല്ലാം പ്രേരക ശക്തിയായിട്ടുള്ളത്. അത് നമ്മൾ മറക്കരുത്. ഭഗവാനെ അനുസരിച്ച് ഭഗവത് ചിന്തയോടുകൂടി ജീവിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഭഗവാന്റെ ശരണാഗതി എല്ലാവർക്കും ഭഗവാൻ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സായിറാം. നാളത്തെ പ്രോഗ്രാം, നാളെ പ്രഭാഷണം നടത്തുന്നത് രുദ്ര ആർ പ്രഭു, അക്ഷര. 2 കുഞ്ഞുങ്ങള് രാമസന്ധ്യാനാമം ചൊല്ലുന്നുണ്ട്. സാൻവി എന്ന് പറഞ്ഞ UKG പഠിക്കുന്ന ഒരു കുഞ്ഞും, പിന്നെ ശ്രേണിക. 2 പേരാണ്. ശ്രേണിക നേരത്തെ പ്രഭാഷണം നടത്തിയിട്ടുള്ളതാണ്. രാമസന്ധ്യാനാമം കൂടെ ചൊല്ലാൻ പോകുന്നു നാളെ. എല്ലാവരും ഇന്നത്തെ പോലെ തന്നെ നേരത്തെ എത്തി കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, അനുഗ്രഹിക്കുക. ഈ സുഹൃതം, നമ്മൾക്കും കൂടെ ഒരു സുഹൃതം കിട്ടിയിരിക്കുന്നത്, അതും അനുഭവിച്ച് സന്തോഷമായിട്ടിരിക്കുക. എല്ലാവർക്കും നമസ്കാരം. നാളെ നമുക്ക് വീണ്ടും കാണാം.